പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ശ്ലീഹ നോമ്പിൽ നാം പ്രാർത്ഥനയോടെ ശ്ലീഹന്മാരുടെ മധ്യസ്ഥത ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണല്ലോ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദിമസഭയിൽ അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയിൽ ശ്ലീഹന്മാർ അനുവർത്തിച്ചിരുന്ന ചില മാതൃകകളെ നമുക്ക് ഈ നൂറ്റാണ്ടിൽ പകർത്തിയെടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇത് നമ്മൾ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന പേരിൽ സഭയിൽ ആചരിക്കുന്ന ഒരു ചെറു പെരുന്നാളാണിത്. അപ്പോസ്തോലന്മാരായ പത്രോസും യോഹന്നാനും, ഏറ്റവും മൂത്തയാളും ഏറ്റവും ഇളയാളും കൂടെ പ്രാർത്ഥിക്കുവാൻ യെരുശലേം ദേവാലയത്തിലേക്ക് പോവുകയാണ്. അത് 9-ാം മണി സമയത്തെ പ്രാർത്ഥന നടത്താനാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയാണ് 9-ാം മണി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഇവിടെ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്, അപ്പോസ്തോലന്മാർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചവരാണ്. അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയൊക്കെ ഉയരത്തിൽ നിന്ന് പ്രാപിച്ച ശേഷവും അവർ യെരുശലേം ദേവാലയത്തിൽ പോകുമായിരുന്നു. ദേ വർ പാർട്ട് ഓഫ് ദി ജെറുസലേം ടെമ്പിൾ. അപ്പോൾ അവർ അവിടേക്ക് പോവുകയാണ്. 9-ാം മണി സമയത്ത് ആ നമസ്കാരം നടത്താനായിട്ട്, 3 മണിയുടെ പ്രാർത്ഥന നടത്താനായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ജെറുസലേം ദേവാലയത്തിൻ്റെ സുന്ദരം എന്ന ആ ഗേറ്റിൽ ഇരുന്നിരുന്ന ഒരു മുടന്തനെ കാണുന്നു. ജന്മനാ മുടന്തനായ, 40 വർഷത്തോളം മുടന്തനായിരിക്കുന്ന ഒരാൾ. അവനെ കണ്ട് അവനോട് പറയുക, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുടന്തൻ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് നോക്കുന്നു. കാരണം ഈ ദേവാലയത്തിലേക്ക് പോകുന്നവരിലൊക്കെ ഒത്തിരി കാശുണ്ടാവുമല്ലോ, ഒത്തിരി നേർച്ചയിടാൻ വേണ്ടിയാണല്ലോ ദേവാലയത്തിലൊക്കെ പലരും പോകുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ഈ കീശയിൽ നിന്ന് എന്തെങ്കിലും എനിക്കും കിട്ടുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഈ മുടന്തൻ നോക്കുമ്പോൾ അവനെ ഭഗ്നാശനാക്കിക്കൊണ്ട് പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു, നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഇതെന്തൊരു വലിയ ഒരു കമാൻഡാണ്. നേരെ അങ്ങോട്ട് ചെല്ലുന്നിടത്ത് യെരുശലേം ദേവാലയമാണ്. അവിടെ ഇഷ്ടംപോലെ വെള്ളിയും പൊന്നും ഒക്കെ ഇരിപ്പുണ്ട്. എത്രയോ ധനവാന്മാർ കൊണ്ട് കാഴ്ചവെച്ച വെള്ളിയും പൊന്നുമൊക്കെ അവിടെ ധാരാളം ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു വലിയ സ്വർണ്ണ ഭണ്ഡാരത്തിൻ്റെ ഇങ്ങേ തലയ്ക്കൽ ഇരുന്നുകൊണ്ടാണ് ഒരുത്തൻ ചോദിക്കുന്നത്, എനിക്കെന്തെങ്കിലും തരാമോ എന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ശ്ലീഹന്മാരെ നോക്കുമ്പോൾ അവർ കൈമലർത്തി കാണിക്കുകയാണ്, വി ഹാവ് നത്തിങ്, വി ഡോണ്ട് ഹാവ് എനി ഗോൾഡ് ഓർ സിൽവർ, ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കുള്ളത് എന്താണ്? അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ നിനക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് പത്രോസ് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. പത്രോസിൻ്റെ വാക്കുകളിൽ മുഴങ്ങി നിൽക്കുന്ന ഒരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കാതെ പോകരുത്. എനിക്കൊന്നുമില്ല, ഞാൻ ഈ ഗലീല കടലിൽ ഇങ്ങനെ മീൻ പിടിച്ച് നടന്ന ഒരു പാവപ്പെട്ട മുക്കുവനല്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. തന്നെയുമല്ല, 2-3 വർഷമായിട്ട് ഞാൻ യേശുക്രിസ്തുവിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ കൈകൾ നിശൂന്യമാണ്. പക്ഷേ സർവസമ്പന്നനായ ഒരുത്തൻ എൻ്റെ കൂടെയുണ്ട്, അവൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ്. എനിക്ക് അവനുണ്ട്, യേശു എന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെയാണ് കൊടുക്കുന്നത്. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ നീ നടക്കുക. ഇത്രയും നാളും മുടന്തനായി നടക്കാൻ സാധിക്കാതെ മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ഭിക്ഷയിൽ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ പത്രോസ് ശ്ലീഹ യേശുവിൻ്റെ ശക്തി കൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമുക്ക് യേശുവിനെ കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്കൊരു പക്ഷേ നേർച്ച കൊടുക്കാൻ കഴിയുന്നുണ്ട്. പലരും പലയിടത്തും കൊണ്ടുവന്ന് നേർച്ചകളൊക്കെ കൊടുക്കും. ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇത്ര കിലോ സ്വർണം മോഷണം പോയിരിക്കുന്നു. ഇപ്പോൾ തണ്ട് അവിടെ ഉത്തരേന്ത്യയിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് 60 കിലോ വെള്ളി ഒരുമിച്ച് മോഷണം പോയിരിക്കുന്നു. 1400 കോടിയുടെ മോഷണം നടന്നിരിക്കുന്നു. ഇങ്ങനെ ദേവാലയങ്ങളിലെല്ലാം ഇങ്ങനെ വെള്ളിയും പൊന്നിയൊക്കെ ധാരാളം ഇരിക്കുകയാണ്. നമ്മുടെയും ദേവാലയങ്ങളിൽ കാണുമായിരിക്കും, വെള്ളിയും പൊന്നും ഒക്കെ കാണുമായിരിക്കും. ആ വെള്ളിയും പൊന്നും കൊണ്ടൊന്നും യാതൊരു അർത്ഥവുമില്ല. യേശുവിനെ കൊടുക്കുന്ന സ്ഥലികളായി നമ്മുടെ ദേവാലയങ്ങൾ മാറണം. ഓരോ പ്രാവശ്യവും പള്ളിയിലേക്ക് എത്തുന്നവർക്ക് എന്ത് കിട്ടണം? യേശുവിനെ കിട്ടണം. കർത്താവിനെ കിട്ടിപ്പോകുമ്പോഴാണ് നമുക്ക് വലിയ ഭാഗ്യം ഉണ്ടാകുന്നത്. പള്ളി വലിയ മനോഹരമായിട്ട് പണിഞ്ഞെന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ അഭിമാനം തോന്നത്തക്കവണ്ണം നമ്മൾ വലിയ ഗംഭീരമായിട്ട് ഇതൊക്കെ ഉയർത്തിക്കെട്ടിയെന്നോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇഫ് ദർ ഈസ് നോ ജീസസ് വിതിൻ us and amongst us, there is no meaning in having any gold or silver. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇങ്ങനെ ധനം കൂട്ടിവെക്കുന്ന ഒന്നുമല്ല. തോമസ് അക്വിനാസ് എന്ന് പറയുന്ന പരിശുദ്ധനെ പറ്റി ഒരു കഥയുണ്ട്. നടന്ന സംഭവമാണ്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കത്തോലിക്ക സഭയിലെ വിശുദ്ധനാണ് തോമസ് അക്വിനാസ്. അയാൾ വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പോപ്പിനെ കാണാനായിട്ട് ചെന്നു. പോപ്പിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അന്നത്തെ പോപ്പ് ഇന്നസെൻ്റ് രണ്ടാമനാണ്. ഇന്നസെൻ്റ് രണ്ടാമൻ ഇങ്ങനെ വലിയ കൊട്ടാരത്തിൽ, പേപ്പൽ കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. അക്വിനാസ് കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ സ്വർണ്ണഖചിതമായ റൂമുകളും വലിയ ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് വലിയ ഒരു സമ്പത്തിൻ്റെ നടുവിൽ ഒരു സുവർണ മേഖലയിൽ കഴിയുകയാണ് പോപ്പ്. അപ്പോൾ ഈ ഇന്നസെൻ്റ് രണ്ടാമൻ തോമസ് അക്വിനാസിനോട് പറഞ്ഞു, അയാളൊരു സന്യാസിയാണ്, അയാളോട് പറഞ്ഞു, നോക്കേ തോമസേ, നമുക്കിപ്പോൾ എന്തെങ്കിലും പഞ്ഞമുണ്ടോ? പത്രോസ് പണ്ട് എന്ത് പറഞ്ഞു? എനിക്ക് വെള്ളിയും പൊന്നുമില്ല എന്ന് പറഞ്ഞു. ബട്ട് വി ഹാവ് ഇനഫ് ഗോൾഡ് ആൻഡ് സിൽവർ നൗ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സിൽവറും ഗോൾഡും ഒക്കെ അക്വിനാസിനെ കാണിച്ചെന്നാണ് പറയുന്നത്. ഉടനെ അക്വിനാസ് വളരെ പരിഹാസ സ്വരത്തിൽ പോപ്പിനോട് മറുപടി പറഞ്ഞു, യു ഹാവ് ഗോൾഡ് ആൻഡ് സിൽവർ നൗ, ബട്ട് യു കനോട്ട് കമാൻഡ് റൈസ് ആൻഡ് വാക്ക്. എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനുള്ള ശക്തി പോയി. വെള്ളിയും പൊന്നുമൊക്കെ ആവശ്യം പോലെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ സഭയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടു? എഴുന്നേറ്റ് നടക്കുക എന്ന് കൽപ്പിക്കുവാനുള്ള ധാർമ്മിക ആത്മീക വീര്യം നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ഇന്നത്തെ നമ്മുടെ തന്നെ ഒരു പ്രതിഫലനമല്ലേ എന്ന് ചിന്തിച്ചു നോക്കി. നമുക്കിന്ന് മനുഷ്യരോട് പറയാൻ പറ്റുന്നുണ്ടോ? റൈസ് ആൻഡ് വാക്ക്, ഞാൻ നിനക്ക് യേശുവിനെ തരുന്നു, നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ വലിയ ധനകൂമ്പാരങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് കൊടുക്കേണ്ടത് യേശുവിനെയാണ്. നിസ്വമായ ഒരു സഭയുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇഫ് യു ഹാവ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ്, ജീസസ് ക്രൈസ്റ്റ് വിത്ത് യു, യു ക്യാൻ ഗിവ് ടു എവരിബഡി. എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്ന പത്രോസും യോഹന്നാനും കൂടെ അവരുടെ അപ്പോസ്തോലത്വത്തിൻ്റെ ആ അതോറിറ്റി കൊണ്ട് പറഞ്ഞതുപോലെ നമുക്കൊക്കെ പറയാൻ ഇടയാവട്ടെ. നീ എഴുന്നേറ്റ് നടക്കൂ എന്ന് പറയാൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കൂ എന്ന് പറയാനുള്ള ആത്മീക തൻ്റെടവും ചങ്കൂറ്റവും നമുക്കുണ്ടാവട്ടെ. അതിന് ഈ ശ്ലീഹാ നോമ്പ് നമുക്ക് പ്രേരകമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.